ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുമെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടൊന്ന് കണ്ടോക്കണേ. അപ്പോൾ അതാ അന്ന് ഞാൻ രാവിലെ മക്കളെ യൂണിഫോമും കുഞ്ഞിരാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇസ്തിരിടാനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് അപ്പോൾ ടൈം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് മക്കൾ മോണ്ടൻ മദ്രസക്ക് പോയി. അപ്പോൾ കുഞ്ഞിരായും പുറത്ത് പോയിട്ടുണ്ട്. മോർണിംഗ്സ് പിന്നെ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്, ജീരകട്ട വെള്ളം. അപ്പോൾ ഞാൻ തലേന്ന് അരി അരച്ച് വെക്കുക, അല്ലെങ്കിൽ ദോശക്ക് അരി വെള്ളത്തിലിടുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതിലായിരുന്നു. പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റപ്പോൾ മോണ്ടക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പുട്ടും പഴം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും വലിയ ഇഷ്ടമല്ല. അവർക്ക് കറി ഉണ്ടെങ്കിലേ പുട്ടിനോട് താല്പര്യമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്നാൽ പുട്ട് ഉണ്ടാക്കണ്ട, പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ മുരിങ്ങയില ഉണ്ടായിരുന്നു പക്ഷേ ഫ്രിഡ്ജിൽ, അപ്പോൾ അത് കറിയും വെക്കാം, പത്തിരി ഉണ്ടാക്കുക എന്നുള്ളതിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ആ പാത്രം കഴുകിയത് എടുത്ത് വെക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്നും എനിക്കുള്ള സംഭവം കേട്ടോ, ഇനി ഞാനിടുന്ന ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചീത്തയേക്കുന്ന സംഭവമാണ്. നമ്മൾ രാത്രി ഞാൻ കെറ്റലിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കും. അപ്പോൾ രാത്രി മക്കളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം കഴുകാൻ നിൽക്കുന്ന ടൈം കൊണ്ട് ഞാൻ കെറ്റലിൽ വെള്ളം വെക്കൂട്ടോ. അത് തിളപ്പിച്ചിട്ട് രാവിലെ കുടിക്കാനായിട്ട്, രാവിലെ ആകുമ്പോഴത്തേനും ചൂടാറല്ലോ, അപ്പോൾ കുടിക്കാന്നുള്ളതിൽ. അപ്പോൾ എന്നും ഞാൻ പാത്രമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞാണ്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുങ്ങാണ്ട് പോയി കൊടുക്കൂട്ടോ. സ്ഥിരം പരിപാടിയാണത്. പിന്നെ കുഞ്ഞിൻ്റെ വന്നതിന് ശേഷമാണ് ഓഫ് ചെയ്യൽ അങ്ങനെ. അപ്പോൾ അത് ഇന്നും മറന്നിട്ടുണ്ട് സംഭവം, അതാണ് ഞാൻ കാണിച്ചത്. ഇന്നലെ രാത്രി ഇപ്പോൾ അത് കുഞ്ഞിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല തോന്നിട്ട്. അപ്പോൾ രാവിലെ വന്നപ്പോഴാണ് ഞാൻ സ്വിച്ച് ലൈറ്റ് കത്തണ കണ്ടത്. പിന്നെ അത് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇതാ പത്തിരി ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെ ഒന്ന് മാവൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറുന്ന ടൈം കൊണ്ട് ഞാൻ മുരിങ്ങയിലാണ് കറി വെക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ പൈക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് ചിരകി അരച്ചെടുക്കട്ടെ. അപ്പോൾ അതാ തേങ്ങ അരക്കാനായിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെ 2 ചെറിയ ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുരിങ്ങയില മുട്ടക്കറിയൊക്കെ ഇതുപോലെ കറിയൊക്കെ ആണെങ്കിൽ തേങ്ങയുടെ കൂടെ 2 ഏലക്കായ കൂടെ ഇട്ടിട്ടാണ് അരക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാനിതാ അതും കൂടെ അരച്ചിട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല തേങ്ങ നല്ല ഒന്ന് അരഞ്ഞത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2-3 പച്ചമുളക് കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് അരക്കണ്ട. പിന്നെ തേങ്ങ നല്ല അരച്ചതിന് ശേഷം ഒന്ന് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പച്ചമുളക് നല്ല ഒന്ന് അരയാത്ത രൂപത്തിൽ ഒന്ന് ചതഞ്ഞ രൂപത്തിലൊന്ന് ആക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പത്തിരിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ ഞാനിത് പത്തിരിൻ്റെ മാവ് വാട്ടുമ്പോൾ തന്നെ ഒത്തിരി ലൂസാക്കിയിട്ട് കേട്ടോ വാട്ടിയെടുത്തിട്ടുള്ള. അപ്പോൾ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഞാനിത് നമ്മൾ പൊടിയിലിട്ട് തട്ടി അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. നേരെ പ്രസ്സുമ്മൽ ഇങ്ങനെ അമർത്തിങ്ങാണ്ട് ചുട്ടെടുക്കുക തന്നെ കേട്ടോ ചെയ്യണത്. അപ്പോൾ നല്ല സിമ്പിളാണ്. അങ്ങനെ പത്തിരി നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. നമുക്ക് ടൈമില്ലാത്ത ടൈമിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അത് മാവ് ഞാൻ ഇതുപോലെ കുഴച്ചിട്ട് ഇങ്ങനെ ഉരുളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് ഇങ്ങനെ പിച്ച് ഇടാതെ ഇതുപോലെ ഉരുളാക്കിയിട്ട് കയ്യിലിട്ടൊന്ന് നല്ല ഉരുട്ടി എടുത്തിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പുള്ള പത്തിരി തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ പത്തിരിൻ്റെ വക്ക ഇങ്ങനെ പൊട്ടിയതായി കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല. നല്ല വട്ടത്തിലുള്ള വലിയ പത്തിരിയായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാൻ മാവൊക്കെ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങയില കറിയൊക്കെ അന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതാ പാൻ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണേ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങ നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം തേങ്ങ കലക്കി വെച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില ഇട്ടൊന്ന് നല്ല തിളപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യം ഒന്ന് മുരിങ്ങയില ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊന്നും വേവണ്ട, ചെറുതായിട്ടൊന്ന് ഇതുപോലെ വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര തിക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടി തന്നെയാണ് കലക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മളെ ഇലക്ക് ഇങ്ങനെ കട്ട കുത്തിയെടുക്കുന്നത് അതൊക്കെ ഇതുപോലെ നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങ കലക്കി ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഒന്ന് തുള്ളിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതൊന്ന് മൂടി വെക്കുകയാണേ. മൂടി വെച്ചിട്ട് ഒന്ന് തുള്ളി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചിടുന്ന തേങ്ങ കലക്കി വെച്ച് ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊന്ന് തിളക്കേണ്ടി വരും. അപ്പോൾ പച്ച ഇല ആവുമല്ലോ, വെന്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇല ഒന്ന് വാട്ടിയതിന് ശേഷമാണല്ലോ തേങ്ങ കലക്കി വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് തുള്ളിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ പത്തിരി ചുട്ടെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മോനിസിനെ വിളിക്കുകയാണെങ്കിൽ 7:30 മദ്രസ ഉണ്ടല്ലോ. അപ്പോൾ അവനെ വിളിച്ചവൻ്റെ കാര്യങ്ങളൊക്കെ ഇടയിൽ ഇങ്ങനെ ഞാൻ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവനക്കുള്ള ഡ്രസ്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ച് എങ്ങനെ വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കും.
അത് കയ്യിലെടുത്ത് കൊടുക്കണം കേട്ടോ, എന്നാലും അവൻ മാറ്റുള്ളൂ. അപ്പോൾ 7:30 അവൻ മദ്രസയിൽ പോകും, മോണിറ്ററിക്ക് ട്യൂഷന് പോവാണ്. അപ്പോൾ അവർക്കുള്ള പത്തിരി വേഗം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ മോനൂസ് മദ്രസയിൽ പോകണമെങ്കിൽ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ, ഒന്നും കുടിക്കാതെ പോകും. ആവാണെങ്കിലും അവൻ കുടിക്കാതെ പോകും. അപ്പോൾ മോണിറ്ററിക്കുള്ള പത്തിരിയൊക്കെ ഞാൻ വേഗം ആദ്യം നിന്ന് ചുട്ടെടുത്തിട്ട് അവനക്ക് ചായ കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി ചുട്ടെടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്ലിനിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ രാവിലെ പത്തിരി ഉണ്ടാക്കുന്ന ദിവസം ചോറ് അയക്കണമെങ്കിൽ ഞാൻ പത്തിരി കേട്ടോ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കും, എനിക്ക് ഇതിനൊക്കെ എവിടുന്നാ ടൈം കിട്ടണേ, പത്തിരിയൊക്കെ ചുടാൻ കുറേ പണിയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ എനിക്കത് എളുപ്പമായിട്ടോ തോന്നുന്നു. ഈ ദോശ ചുടുന്നക്കാടി എളുപ്പമായിട്ടൊക്കെ പത്തിരി ഇങ്ങനെ ചുട്ടെടുക്കില്ല. നമ്മൾ പൊടി തട്ടേ കൊട്ടേ അങ്ങനെ ഒന്നുമില്ലല്ലോ, വേഗം വാട്ട അതുപോലെ വേഗം പരത്തി ചുട്ടെടുക്കാം. എളുപ്പമായിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ മക്കൾ രണ്ടാളും പോയിട്ടുണ്ട്, കുഞ്ഞിനെ മോണ്ടറൊക്കെ ഉണ്ടാക്കാനും പോയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ പത്തിരി ബാക്കി ചുട്ടെടുത്തതിന് ശേഷം പാത്രങ്ങളൊക്കെ അവിടെ ഉള്ളത് കഴുകിയെടുക്കുകയാണ്. നമ്മൾ കറിയൊക്കെ ആവുന്ന ടൈം കൊണ്ട് സാധാരണ ഞാൻ അങ്ങനെ പാത്രം അങ്ങോട്ട് കഴുകിയെടുക്കുക ചെയ്യില്ല. അപ്പോൾ ഇന്ന് എനിക്ക് പാത്രം കഴുകാൻ പറ്റില്ല കേട്ടോ, കാരണം ഞാൻ മോനിസിൻ്റെ കാലിലൊരു മുറിവുണ്ട്. അപ്പോൾ അവന് എണീറ്റ് അവനെ ഞാനൊന്ന് ഫ്രഷാക്കി ചുടുവെള്ളം കൊണ്ടൊന്ന് ഉപ്പൊക്കെ ഇട്ട് കാലൊക്കെ കഴുകി അങ്ങനെ വരുമ്പോഴത്തേന് നേരം വൈകിട്ട്. അപ്പോൾ മോണ്ടർക്ക് പോകുമ്പോഴത്തേന് അപ്പം ആവും വേണ്ട. അപ്പോൾ ഞാൻ പിന്നെ പാത്രം കഴുകാനൊന്നും നിന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്ന് നേരം വൈകി. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ രണ്ടാളും പോയി പത്തിരി ബാക്കി ചുട്ടെടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. അപ്പോൾ അത് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കുഞ്ഞിൻ്റെ മോണിട്ടനെ വിളിക്കാൻ വരുമ്പോൾ മീനായിട്ട് വന്നിരുന്നേ. അപ്പോൾ കൂന്തളം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതും കൂടെ മുറിച്ച് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. മുറിച്ച് വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ ആകെ തുടക്കലും ക്ലീൻ ആക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് കുളിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴിയുന്നത് രാവിലെ തന്നെ കുളിക്കാൻ ശ്രമിക്കലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കഴിയുന്നത് രാവിലെ തന്നെ കുളിക്കാൻ നോക്കാം കേട്ടോ. അപ്പം പിന്നെ അധികം ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് കുളിക്കും. അധികം കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഉച്ചക്കൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ പുറത്തായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ മീൻ അത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതില്ലല്ലോ, കുളിച്ച് കഴിഞ്ഞാലും പിന്നെ മീനിൻ്റെ പരിപാടിയൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മുറിച്ച് വെക്കട്ടെ, എന്നിട്ട് പിന്നെ തുടക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അകം തുടക്കലും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കൊക്കെ ഉള്ള റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിതാ ചവിട്ടികളൊക്കെ തുടച്ച് എല്ലാം കഴിഞ്ഞെല്ലാം എടുത്തതില്ല. അപ്പോൾ അതൊക്കെ അത് സ്ഥാനത്ത് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ അതും കൂടെ കഴിക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നേ കുളിയൊക്കെ കഴിച്ചതായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കണ മത്തനും പയറും പിന്നെ കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മത്തനും പയറൊക്കെ പയർ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മത്തനും കുമ്പളങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തുടക്കൽ കഴിഞ്ഞ പാടെ ഞാനതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ കുളിക്കാൻ പോയിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ചോറിനുള്ള അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം വെച്ചാണ്ടായിരുന്നു ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴൊക്കെ നമുക്ക് പിന്നെ ആദ്യം ഞാൻ കൂന്തളൊന്ന് മസാല പൊട്ടിയേക്കാം കേട്ടോ. ഇതാ നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. അപ്പോൾ മുളക് പൊടി ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് ചതച്ചുകൊണ്ട് ഇട്ട് കൊടുക്കണേ. തൊലിയോട് കൂടി ചതച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇഞ്ചി ചേർക്കണില്ല കേട്ടോ, വെളുത്തുള്ളി മതി. വെളുത്തുള്ളി ഒരു 2-3 അല്ലി ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഴക്കുന്ന ടൈമിൽ നമുക്ക് ഇത്തിരി അരിപ്പൊടി കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കില്ല, അങ്ങനെ അരിപ്പൊടി ഇട്ട് ഞാൻ കുഴച്ചെടുക്കലുണ്ട്.
ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിലിട്ട് നമ്മൾ മുക്കി പൊരിച്ചെടുക്കില്ല. അങ്ങനെ പൊരിക്കുമ്പോഴാണ് നമ്മൾ അരിപ്പൊടി ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണത്, മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക. അതുകൊണ്ടാട്ടോ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇപ്പോൾ കൂന്തളിലൊക്കെ നല്ല മസാല പിടിക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ഞാനൊരു കുക്കറിലേക്ക് മൺപയർ കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മത്തന് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണേ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മുളക് പൊടി നല്ല എരിവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ കളർ പിന്നെ നമ്മളെ മത്തൻ്റെ ആ കളറാവില്ല, ചുവപ്പ് കളറാവില്ല. അപ്പോൾ ഞാൻ മുളക് പൊടിയെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ കുമ്പളങ്ങ കറിക്കുള്ള കുമ്പളങ്ങയും പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ഞാൻ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ ചോറ് അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ മത്തലിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ടായി. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ വറ്റൽമുളക് ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല ഒന്ന് വറുത്തെടുക്കാം. അപ്പോഴൊക്കെ മത്തനും കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചെടുക്കണം. ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടെ. ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമ്മൾ കറിക്കൊക്കെ അരക്കണ പോലെ തന്നെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ കുമ്പളങ്ങക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുമ്പളങ്ങ കറി കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ, കാരണം മത്തനും പയറും ഉണ്ടായതുകൊണ്ട് അതന്നെ മതിയല്ലോ ചോറിലേക്ക്. അപ്പോൾ മത്തനും പയറും ഞാൻ മത്തനൊന്ന് നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചെടുക്കാം കേട്ടോ. ജീരകട്ട അരപ്പ് തേങ്ങ അതുപോലെ അരച്ചത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലൊന്ന് തിളപ്പിക്കാൻ വെക്കട്ടെ രണ്ടും. പയറും മത്തനും കൂടി വേവിക്കാൻ വെക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണല്ലോ വെളുത്തുള്ളി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മത്തനും പയറും ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയില്ലേ, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെരുവോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മത്തനും പയറൊക്കെ വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്തെടുത്താൽ മതി കേട്ടോ. നല്ല നെരുവുണ്ടാവുമല്ലോ, അപ്പോൾ അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിന് ശേഷം ഒന്ന് നമ്മൾ തിളപ്പിക്കൊന്നും വേണ്ട, അതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ കറി ഒന്ന് ഞാൻ വറവ് ചെയ്യുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മത്തനും പയറും നമ്മൾ വറവൊന്നും ചെയ്യണ്ട. തേങ്ങ വറുത്തെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് തന്നെ ഇട്ടാൽ തേങ്ങ വറുത്തെടുത്തിട്ടുള്ളൂ. അപ്പം ഇനി അത് വറവ് ചെയ്യണ്ട. അപ്പോൾ ഇത്രയും നേരം നമ്മളെ വീഡിയോ കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്ക് ചെയ്തിട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ചാനലിൻ്റെ മോണിറ്റൈസ് കട്ടായ കാര്യം. അപ്പോൾ ആ കട്ടായ മോണിറ്റൈസ് നമ്മൾ ചാനലിൽ തിരിച്ച് പിടിക്കണം. അപ്പോൾ അതിന് നിങ്ങളും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ യൂട്യൂബിൽ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷെയർ ചെയ്തിട്ട് നമ്മളെ വാച്ച് അവർ കൂടിയാലേ നമുക്ക് നമ്മളെ മോണിറ്റൈസ് ആയത് തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വ്ളോഗൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ നമ്മളെ കൂന്തലും ഇവിടെ ഫ്രൈ ആക്കലാണ്. അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കൂന്തൽ ഇട്ടെടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂടി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു വെള്ളം ഇറങ്ങുമല്ലോ, കൂന്തലിൽ നിന്ന് ഒരു വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൂന്തലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ മൂടി തുറന്ന് വെച്ചിട്ട് നല്ലൊന്ന് നെരിയിച്ചെടുക്കാം കേട്ടോ കൂന്തൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ പൊരിക്കുമ്പോൾ. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ തുറന്ന് വെച്ചിട്ട് പിന്നെ കൂന്തൽ ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഹാർഡായി പോകും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല നെരുവോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കൂന്തൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റുള്ള കൂന്തൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളെ കിച്ചണിലെ ലഞ്ച് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീനാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ തിന്ന് പിന്നെ ഇപ്പോൾ വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിൽ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കോഫി ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ കോഫിക്ക് പ്രത്യേകിച്ച് കടിയൊന്നുമില്ല. ബ്രൗണി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ മിൽക്ക് പേഡല്ലേ അതുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെടിയൊക്കെ നനച്ചിട്ട് തീയിടാണ്ടായിരുന്നു. രാവിലെ അടിച്ചരിയിട്ട് ഞാൻ അവിടെ വെയിലത്ത് പരത്തിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തീയിടുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക.
പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.